1951 വിപ്ലവകരമായ ഹീല സെൽസ് കണ്ടെത്തുന്നത്. എന്താണെന്നല്ലേ? 1951 കറുത്ത വർഗ്ഗക്കാരിയായ ഹെൻറീറ്റ ലാക്സ് എന്നൊരു സ്ത്രീ സെർവിക്കൽ ക്യാൻസർ ചികിത്സയ്ക്കായി ജോൺ ഹോപ്കിൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. ചികിത്സയുടെ ഭാഗമായി ഡോക്ടേഴ്സ് അവരുടെ സെൽസ് എടുത്ത് ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ സാധാരണ ഹ്യൂമൻ സെൽസ് പോലെ ആയിരുന്നില്ല ഹെൻറീറ്റയുടെ സെൽസ്. സാധാരണ ലാബ് കണ്ടീഷനിൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നിശ്ചലമാവുന്ന ഹ്യൂമൻ സെൽസ് ഇവിടെ നിശ്ചലമായില്ല, പകരം കണ്ടിന്യൂസ് ആയിട്ട് പെരുകിക്കൊണ്ടിരുന്നു. ഇതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസ്കവറി ആയി. അങ്ങനെ ആദ്യത്തെ ഇമ്മോർട്ടൽ ഹ്യൂമൻ സെൽസ് കണ്ടെത്തി. പിന്നീട് അങ്ങോട്ട് മെഡിക്കൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിനാണ് ഹീല സെൽസ് കാരണമായത്. അഡ്വാൻസ്ഡ് ക്യാൻസർ ട്രീറ്റ്മെന്റ്സിന്, പോളിയോ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന്, സീറോ ഗ്രാവിറ്റിയിൽ ഹ്യൂമൻ സെൽസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നറിയാനും, സ്പേസ് റിസർച്ചിനും, ന്യൂക്ലിയർ റിസർച്ചിനും, ഈവൻ കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ പോലും ഹീല സെൽസ് കാരണമായിട്ടുണ്ട്. ഈ പറഞ്ഞ ഹീല സെൽസ് മെഡിക്കൽ രംഗത്ത് കൊണ്ടുവന്ന മാറ്റങ്ങളെ പറ്റിയും ഹെൻറീറ്റയുടെയും കുടുംബത്തിന്റെയും ഒക്കെ കഥ പറയുന്ന ഒരു സിനിമയാണ് 2017 റിലീസായ ദ ഇമ്മോർട്ടൽ ലൈഫ് ഓഫ് ഹെൻറീറ്റ ലാക്സ്. 1951 മുതൽ മൾട്ടിപ്ലൈ ആവാൻ തുടങ്ങിയ ഹീല സെൽസ് ഇന്ന് ട്രില്യൺസിലും അധികമുണ്ട്. ഇതിനോടകം 1,10,000-ലധികം സയന്റിഫിക് സ്റ്റഡീസിനും ഹീല സെൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ ഇത്രയധികം മാറ്റങ്ങൾക്ക് കാരണമായ ഹെൻറീറ്റ ലാക്സ് 1951 അവരുടെ 31-ാമത്തെ വയസ്സിൽ സെർവിക്കൽ ക്യാൻസർ കാരണം മരണപ്പെട്ടു.